നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCTC. പ്രതിയെ തിരിച്ചറിയാതെ പെരുമ്പാവൂർ കൊലക്കേസ് പ്രതി അമീറുൽ ഇസ്ലാമിനെ മുൻപരിചയമില്ലെന്ന് ജിഷയുടെ അമ്മയും സഹോദരിയും. ആലുവ പോലീസ് ക്ലബിൽ നടന്ന തിരിച്ചറിയൽ പരേഡിൽ ഇരുവരും പ്രതിയെ തിരിച്ചറിഞ്ഞില്ല. അമീറുളിനെ കാണുന്നത് ആദ്യമായെന്ന് രാജേശ്വരി. പ്രതിക്ക് കുടുംബവുമായി മുൻപരിചയമുണ്ടായിരുന്നു എന്ന കണ്ടെത്തൽ തള്ളുന്നതാണ് അമ്മയുടെ മൊഴി. അതിനിടെ അമീറുൽ ഇസ്ലാമിനെ അന്വേഷണ സംഘം പെരുമ്പാവൂരിലെത്തിച്ച് തെളിവെടുത്തു. വൻ പോലീസ് കാവലിൽ പ്രതിയെ ജിഷയുടെ വീട്ടിലെത്തിച്ചത് രാവിലെ 6:30-ഓടെ. വീടിനുള്ളിലും പരിസരത്തും ചെരുപ്പ് കടയിലും തെളിവെടുപ്പ് നടത്തി. എന്നാൽ ജനത്തിരക്ക് കാരണം അമീർ താമസിച്ചിരുന്ന ലോഡ്ജിൽ നിന്ന് അന്വേഷണ സംഘത്തിന് തെളിവെടുക്കാനായില്ല. പ്രതിയുടെ കസ്റ്റഡി കാലാവധി തീരാൻ 3 ദിവസം മാത്രം ശേഷിക്കെ പരമാവധി തെളിവ് ശേഖരണത്തിന് പോലീസ് ശ്രമം. കേസിലെ ഏക പിടിവള്ളിയായ DNA നടപടികളും ഇതുവരെ പൂർത്തിയാക്കാനായില്ല. അമീറിനെ അസമിൽ കൊണ്ടുപോയി തെളിവെടുക്കാനുള്ള ശ്രമം ഉപേക്ഷിച്ചതായും സൂചന. സ്വാശ്രയത്തിൽ സമവായം. സ്വാശ്രയ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിൽ സർക്കാർ നിലപാടിന് വഴങ്ങി മാനേജ്മെന്റുകൾ. എൻട്രൻസ് പരീക്ഷയിൽ 10 മാർക്ക് നേടാത്ത വിദ്യാർത്ഥികളെ ഒഴിവാക്കും. പ്രവേശനം സർക്കാർ റാങ്ക് പട്ടിക വഴി നടത്താനും തീരുമാനം. ഇത് സംബന്ധിച്ച് സർക്കാരുമായി മാനേജ്മെന്റുകൾ കരാർ ഒപ്പിടും. ഒഴിവുള്ള സീറ്റുകളിൽ പ്രവേശനത്തിന് +2 മാത്രം യോഗ്യതയാക്കണമെന്ന ആവശ്യം സർക്കാർ തള്ളിയത് ഇന്നലെ. നിർണായകമായത് ഒഴിവുള്ള സ്വാശ്രയ സീറ്റുകൾ നികത്തുന്നത് സർക്കാരിന്റെ ബാധ്യതയല്ലെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ ഉറച്ച നിലപാട്. നഷ്ടത്തിന്റെ കണക്കെടുപ്പ്. സംസ്ഥാനത്തെ സാമ്പത്തിക നില ഭദ്രമല്ലെന്ന സർക്കാർ വിലയിരുത്തലിന് പിന്നാലെ 53 പൊതുമേഖലാ സ്ഥാപനങ്ങൾ വൻ നഷ്ടത്തിലെന്ന് CAG റിപ്പോർട്ട്. ഇതിലൂടെ സർക്കാരിനുണ്ടായത് 889 കോടിയുടെ നഷ്ടം. കടക്കണിയിൽ മുന്നിൽ KSRTC 508.24 കോടി. രണ്ടാം സ്ഥാനത്ത് കശുവണ്ടി വികസന കോർപ്പറേഷൻ. 50 പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലോടുമ്പോൾ നഷ്ടവും ലാഭവുമില്ലാതെ 4 സ്ഥാപനങ്ങൾ. 15 വർഷം കഴിഞ്ഞിട്ടും പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളുടെ സർവേ അപൂർണം. പ്രവർത്തനരഹിതമായ 15 സംരംഭങ്ങൾ പിരിച്ചുവിടുകയോ പുനഃസംഘടിപ്പിക്കുകയോ ചെയ്യാനും നിർദ്ദേശം. സഭയിലും സന്ധിയില്ല. കുട്ടിമാക്കൂൽ സംഭവത്തിൽ കലങ്ങി നിയമസഭ. ദളിത് യുവതികളെ ജയിലിലടച്ച നടപടി സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യാൻ ആകില്ലെന്ന് മുഖ്യമന്ത്രി. റിമാൻഡിലായത് ജാമ്യാപേക്ഷ നൽകാൻ വൈകിച്ചതിനെ തുടർന്ന്. പോലീസ് സ്റ്റേഷനിലെത്തുമ്പോൾ കുട്ടി ഇവർക്കൊപ്പം ഉണ്ടായിരുന്നില്ലെന്നും ജയിലിലേക്ക് പോകുന്നതിനിടെ ഒപ്പം കൂട്ടുകയായിരുന്നുവെന്നും പിണറായി. മുഖ്യമന്ത്രിയുടെ വിശദീകരണം കുട്ടിമാക്കൂൽ സംഭവം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന KC ജോസഫിന്റെ അടിയന്തര പ്രമേയത്തിന് മറുപടിയായി. യുവതികളെ ജയിലിലടച്ചത് പൊതുസമൂഹത്തിലും ദളിത് വിഭാഗത്തിലും ആശങ്ക സൃഷ്ടിക്കുന്നുവെന്ന് പ്രതിപക്ഷം. അതേസമയം കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി അതീവ ഗുരുതരമെന്ന് ധവളപത്രം. നികുതി വരുമാനത്തിൽ വൻതോതിൽ കുറവുണ്ടായി. ഇപ്പോഴത്തേത് ഇടക്കാല ബഡ്ജറ്റിലൂടെ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളല്ലെന്നും വിലയിരുത്തൽ. ധനമന്ത്രി തോമസ് ഐസക് വ്യാഴാഴ്ച ധവളപത്രം മേശപ്പുറത്ത് വയ്ക്കും. സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2770 രൂപ, പവൻ 22,160 രൂപ, വെള്ളി ഗ്രാമിന് 42 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCTC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 5:30-ന് ശ്രീകുട്ടി ചേരും. നമസ്കാരം.